രണ്ടാമത്തെ ശമ്പളം വന്നു. വീട് വണ്ടി EMI പോയി, കുറി പോയി. സുധി മാമയുടെ കാശും പോയി. ഇത്രയും നേരം എവിടെയായിരുന്നു? വർക്ക് നിനക്കൊക്കെ എന്ത് എളുപ്പമുള്ള വാക്കാത്. ഒരു മാസത്തിൽ 10-20 ദിവസം ലാപ്ടോപ്പ് എടുത്ത് വണ്ടിയിൽ കറങ്ങി നടന്നിട്ട് വല്ലപ്പോഴുമാണ് ഈ ഒരു വർക്ക്. അതിനെന്നും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടു ഒടിച്ചിരുന്ന് കണക്ക് എഴുതിയാലേ അതിന് വർക്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എനിക്ക് വേണ്ട കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ആരെയും പറ്റിക്കുന്നുമില്ല. എന്ത് കാശ് എന്നാണ് നീ പറയണത്? നീ ഉണ്ടാക്കുന്ന പിച്ചക്കാശ് അടിച്ചു പൊളിച്ച് കളയാനായിട്ട് നിനക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. വേണോ? എന്തെങ്കിലും ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ നീ ഇത്രയും വഷളാവില്ലായിരുന്നു. നിന്റെ നടത്തം കാണുമ്പോൾ അല്ല ചെമ്മു എനിക്ക് ദേഷ്യം വരുന്നത്, നിന്റെ അഹങ്കാരം കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അച്ഛൻ എന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നൊന്നല്ല അച്ഛത്, ഞാൻ ജീവിക്കണാണുമ്പോഴേ സങ്കടം വരുന്ന. കാരണം ആയ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ലൈഫൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ നിങ്ങൾ നാളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അന്ന് ഞാനും അമ്മയും കൂടെ ഓടി നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്കിങ്ങനെ ഇഷ്ടമുള്ള ജോലിയൊന്നും പറഞ്ഞ് തിണ്ടിത്തിരി നടക്കാൻ പറ്റില്ലായിരുന്നു. ശരി, പക്ഷെ എന്നെ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചതാരാ? അച്ഛൻ തന്നെ അല്ലേ? ഞാനെന്ത് പഠിപ്പിച്ചു? അച്ഛൻ തന്നെ അമ്മയോട് തർക്കിച്ചിട്ട് എന്നോട് പറയാറുള്ളൊരു കാര്യമില്ലേ, എന്നെപ്പോയി ആകരുത്, ജോലി ചെയ്ത് മാത്രം തീർക്കാനുള്ളതല്ല ലൈഫ്, എൻജോയ് ചെയ്യണം എന്നൊക്കെ. ഞാനതേ കേട്ടുള്ളൂ. പക്ഷെ അമ്മ പോയതോടുകൂടെ അച്ഛൻ ആ കാര്യം മറന്നുപോയി. ഇതൊക്കെ പറയാൻ എളുപ്പം, പക്ഷെ കയ്യിൽ കാശില്ലാതെ പട്ടിണി കിടക്കുമ്പോണ്ടല്ലോ അന്നറിയാം ഇതിൻ്റെയൊക്കെ വില. അമ്മ പോയതിനു ശേഷം എന്നാ അച്ഛനൊന്നും മനസ്സറിഞ്ഞ് ചിരിച്ചിരിക്കണേ? ഇനിയെങ്കിലും ആ എഴുത്തൊക്കെ നിർത്തിയിട്ട് ഇത് കഴിക്കുക. ഇതിനൊക്കെയുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്, നാളത്തെ കാര്യമല്ലേ, അത് നാളെ നോക്കാം. കൂട്ടു തൂക്കം നീർന്ന കുഞ്ഞാറ്റങ്കിളി